അതിരിക്കട്ടെ, എനിക്കൊരു സംശയം. ചോദിച്ചോളൂ. എത്രയോ പ്രാവശ്യം നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നു എന്റെ കൂടെ ഓടാൻ വരാൻ. നീ വന്നിട്ടില്ല. ഇന്നെന്താ ആരോഗ്യത്തെ കുറിച്ച് പുതിയൊരു ബോധോദയം? അത് ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ വംശനാശം സംഭവിക്കാതിരിക്കാൻ ഇങ്ങനെ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് ആരോഗ്യം ഉണ്ടാക്കുന്നത് നല്ലതാ. ഓ, അത് ശരി. നമ്മുടെ കരാട്ടെ വന്നത് പ്രമാണിച്ചു. നമ്മുടെ കരാട്ടെ നിൽക്കുന്നു. ഒന്ന് പരിചയപ്പെടാനിരിക്കുകയായിരുന്നു. ഞങ്ങളും. അതെ, ഐ ആം പ്രേം. ഐ ആം ശിവൻ. ഐ ആം കുമാരൻ, ബ്ലാക്ക് ബെൽറ്റ് കുമാരൻ. കൈക്കെന്ത് പറ്റി? അവന്റെ സ്പെഷ്യാലിറ്റിയാ. ഓ, പിന്നെ ഒരു കാര്യം, ഞാൻ മര്യാദക്കാരൻ, മറിച്ചാണെങ്കിൽ മഹാപേശക. ഓർമ്മയിരിക്കട്ടെ. എന്താ വിശേഷം? പിറന്നാളാ? അത് ശരി. എന്നിട്ട് ഇപ്പഴാ പറയുന്ന? അയ്യോ, എന്റെ അല്ല, ചേച്ചിയുടെയാ. അപ്പോ നമ്മളൊരു ചെലവ് ചെയ്യണമല്ലോ. അധികം ചെലവ് വരുന്നൊന്നും വേണ്ട, ചെറിയ പ്രസന്റ് എന്തെങ്കിലും മതി. മതി, വാ പോകാം. ജീവന്മാരന്റെ കൈ മെനക്കെടുത്ത ലക്ഷണമാ. വരട്ടെ. ചെല്ല്, ഇല്ലെങ്കിൽ അവൻ കൊല്ലും. പറഞ്ഞു കേട്ടില്ലേ? ഇതാണ് കറക്റ്റ് പ്ലേസ്. ഇവിടെ വെച്ച് വേണം പിടിക്കാൻ. ഇവിടെ വെച്ച് അങ്ങനെ കയറി പിടിക്കുന്നത്? നീ വേണേ പിടിച്ചു, ഞാൻ. അയ്യടാ, പിടിക്കും. ബർത്ത്ഡേ പ്രസന്റ് കൊടുത്ത് ഒരു സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്ത് അതേ പിടിച്ച് കയറാമെന്നാ ഞാൻ പറഞ്ഞത്. ഓ, അത് ശരി. ഞാൻ പെട്ടെന്ന് വിചാരിച്ച് അതല്ല, ഈ ബർത്ത്ഡേ പ്രസന്റേഷന് കൊടുത്താൽ ശരിയാവൂ? ശരിയാകും, അല്ലെങ്കിൽ ശരിയാക്കും. പാർവതിക്കൊരു പ്രസന്റ്, ബർത്ത്ഡേ പ്രസന്റ് ആണ്. ആരുടെതാ പാർവതി? കൂട്ടത്തിലൊരു ലെറ്ററും ഉണ്ട്. ഇത് ലൈൻ തന്നെ. ഇത് പിറന്നാൾ സമ്മാനമല്ല, പ്രേമ സമ്മാനമാണ്. എന്റെ പർവ്വത നന്ദിനിക്കണിയാൻ തിങ്കൾക്കല ചൂടാത്ത ശിവൻ കൊടുത്തയക്കുന്നു. അല്ലേ, ഇതൊരുമാതിരി ആധുനിക കവിത പോലുണ്ടല്ലോ. പ്രേമലേഖനാവുമ്പോ ഒരു 4-5 പേജെങ്കിലും വേണ്ടേ? ഏതായാലും നല്ല ചേർച്ച ശിവനും പാർവതിയും. അയാൾക്ക് എവിടെ ഉണ്ട്? അവിടെ നിൽക്കുന്നു. വേണ്ടായിരുന്നു, ആകെ കുളമാവുന്നാ തോന്നുന്നത്. എന്ത് കുളമാവാൻ? നീ ധൈര്യമായിട്ടിരിക്കെ. എന്റെ അഭിപ്രായത്തിൽ ഒരു 2 വരി കവിത കൂടെ വേണമായിരുന്നു. എങ്കിൽ അസലായനെ. നോക്കി, ഇത് പ്രശ്നം തന്നെ. എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യണം? പ്രേമ, മിസ്റ്റർ, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? അന്ന് സോറി പറയാമെന്ന് എന്നെ ആവശ്യമില്ലാതെ കുറെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ശൃംഗാരം പറഞ്ഞൊരു കത്തും കുറെ കുപ്പിവളകളും കൊടുത്തുവിട്ടാ ഏത് പെണ്ണും വീഴുന്നായിരിക്കും. പോയോടത്തൊക്കെ അങ്ങനെ പലരും വീട് കാണും. പക്ഷെ ആ കൂട്ടത്തിൽ എന്നെ പെടുത്തണ്ട. എന്നെ പറ്റി അങ്ങനെ ചിന്തിക്കാൻ വേണ്ട. നടക്കും. എന്താ പ്രശ്നം? ഇയാൾക്ക് പാർവതിയോട് പ്രേമാണെന്ന്. മാനം മര്യാദയ്ക്ക് കഴിയുന്ന പെമ്പിള്ളരെ വഴിപഴപ്പിക്കാൻ നോക്കിയാലുണ്ടല്ലോ. താൻ എന്തോ ചെയ്യും? മൂക്കി കയറ്റി കളയൂ. ഒന്ന് പോടോ. എന്താ എന്റെ കാര്യത്തിൽ മറ്റുള്ളവർ ഇടപെടണ്ട. അടങ്ങി ഒതുങ്ങി കഴിയാതെ ആളാവാൻ നോക്കിയാലുണ്ടല്ലോ, ജീവനോടെ ഉണ്ടാവില്ല. എടോ പന്ന തിരുമേനി, തന്റെ ഈ വിരട്ടലൊക്കെ ഇവിടുത്തെ പാവങ്ങളോട് മതി. തന്നെക്കാൾ വമ്പന്മാരെ കണ്ടിട്ടുള്ളവനാ ഞാൻ. എന്തായി കാണിക്കുന്നത്? ഇവിടെ വെച്ചാണ് നമ്മുടെ നിലമേലൊക്കെ നോക്കണ്ടേ. വാ, വന്നേ. വെറുതെ ജഗ പുക ഉണ്ടാക്കട്ടെ. വന്നാട്ടെ. ഞാനാ പറയുന്നത്, പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. വന്നേ. വേണ്ടായിരുന്നു ചേച്ചി. ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞ പോരായിരുന്നില്ലേ? ക്രൂരതയായിപ്പോയി. പോരാത്തതിന് ആ അനിയൻ തിരുമേനിയും. നാട് മുഴുവൻ ഇപ്പൊ പാട്ടായിട്ടുണ്ടാവും. ചേച്ചി സുഭദ്രാമയുടെ തന്റെ ഇടമുള്ള മോളായി. പാവം, അയാൾ ഇനി മനുഷ്യന്റെ മുഖത്ത് എങ്ങനെ നോക്കും? BSc
കോളേജിലെ ഹയസ്റ്റ് മാർക്കായിരുന്നു അയാൾക്ക്. വിധി അല്ലെങ്കിൽ ഇങ്ങനൊക്കെ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുമോ? ഈ തെറി കേൾക്കലും അടികൊള്ളലും ഒക്കെ പ്രേമത്തിൽ പറഞ്ഞിട്ടുള്ളതാ. അതിനിങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, നീ എന്താ കരുതിയത്? എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ അവൾ പ്രണയ വിവശയായി ഓടി വന്ന് നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കണമായിരുന്നോ? എടാ, അവൾ അന്തസ്സുള്ള പെണ്ണ, അതുകൊണ്ട് അങ്ങനെ റിയാക്ട് ചെയ്തത്. വേണ്ട, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. ആകെ നാറി. ഞാൻ എന്തായാലും ട്രാൻസ്ഫറിന് എഴുതി കൊടുക്കാൻ പോവാ.